നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ചോദ്യമാണ് ഹുലിൻ അൽവാരസ് ടു FC ബാഴ്സലോണ. എന്തായി? അൽവാരസിൻ്റെ കാര്യം എന്തായി? ഈ കാര്യത്തിൽ നമുക്കറിയാലോ, ഒരു 100 മില്യൺ യൂറോയുടെ ബിഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു FC ബാഴ്സലോണ. അതിന് പക്ഷേ ജൂലൈ 31 വരെയാണ് സമയം കൊടുത്തിരുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡ് അത് ആക്സെപ്റ്റ് ചെയ്തില്ല. ഇനി ഹുലിൻ അൽവാരസ് ബാഴ്സലോണയിലേക്ക് ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിന് ഒരു ശ്രമം ഹുലിൻ അൽവാരസിൻ്റെ ഭാഗത്തു കൂടി വരണം. അദ്ദേഹത്തിന് അത്ലറ്റിക്കോ മാഡ്രിഡ് വിടാൻ താല്പര്യമുണ്ട്. അത് അദ്ദേഹം വീണ്ടും അത്ലറ്റിക്കോയുടെ തലപ്പത്തിരിക്കുന്നവരോട് പറഞ്ഞ് അങ്ങനെ ഒരു പുഷ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ബാഴ്സലോണ തീർച്ചയായിട്ടും അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കും. ഇപ്പോൾ ആ കാര്യത്തിൻ്റെ ഫബ്രിസിയോ റൊമാനോയും സ്ഥിരീകരിക്കുന്നു. അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ബാഴ്സലോണ തീർച്ചയായിട്ടും ഹുലിൻ അൽവാരസിന് വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമങ്ങൾ തുടരുകയാണ്. അത് ഈ ഡീല് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ബാഴ്സലോണയേക്കാൾ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ നെഗോസിയേഷന് തയ്യാറാകുമോ ഇല്ലയോ ആ ഒരു വില്ലിങ്നെസ്സിനെ അനുസരിച്ചിരിക്കും. പക്ഷെ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, ടോക്സ് വിൽ കണ്ടിന്യൂ, ചർച്ചകൾ തുടരും എന്നാണ് ഫബ്രിസിയോ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിലൊരു ഓപ്പണിംഗ് ഇതുവരെ ലഭിച്ചിട്ടില്ല. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഭാഗത്തു നിന്ന് അവർ സഹകരിച്ചൊരു ചർച്ചയ്ക്ക് ഇതുവരെ തയ്യാറായിട്ടില്ല. അതേസമയം ബാഴ്സലോണ ഇപ്പോഴും പ്രതീക്ഷയിലാണ്. അവർ മറ്റൊരു സ്ട്രൈക്കറെ ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. ഫെറാൻ ടോറസ് പോകാൻ വേണ്ടി നിൽക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവർക്ക് ഹുലിയൻ അൽവാരസിനെ വേണം. ഹുലിൻ അൽവാരസിനാണെങ്കിൽ ബാഴ്സലോണയിൽ ചേരണം. അദ്ദേഹം വേൾഡ് കപ്പിൻ്റെ സമയത്ത് തന്നെ അക്കാര്യം തുറന്നു പറഞ്ഞതാണ്. ബാഴ്സലോണയിലേക്ക് ഇന്ന് പേരെടുത്ത ക്ലബിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും താൻ പോകുന്നതാണ് എല്ലാവർക്കും നല്ലത്, തനിക്ക് തൻ്റെ സ്വപ്നം പൂർത്തീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു താരത്തെ പിടിച്ചു വെക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. താരം വെക്കേഷൻ കഴിഞ്ഞ് മെട്രോപൊളിറ്റനോയിൽ തിരിച്ച് ജോയിൻ ചെയ്യുമ്പോൾ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ബട്ട് സ്റ്റിൽ പോസിബിലിറ്റി ഉണ്ട്. ബാഴ്സലോണ അതിനുവേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.